ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലൊക്കെ നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലേക്കാണ്. ഈ സ്ഥാപനത്തിൻ്റെ വർക്ക് വരുന്നത് ഏകദേശം നമ്മുടെ കറൻസി പ്രിൻ്റ് ചെയ്യുക, അതുപോലെ ബാങ്ക് നോട്ട്സ്, നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പേഴ്സ്, കോയിൻസ് ഒക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനം. അപ്പോൾ ആ സ്ഥാപനത്തിലേക്കാണ് വിവിധ തസ്തികകളിലായിട്ട് സൂപ്പർവൈസേഴ്സും ഓഫീസ് അസിസ്റ്റൻറ്റും അതുപോലെ മറ്റുള്ള നിരവധി ടെക്നീഷ്യൻസ് ഒഴിവുകളിലേക്കൊക്കെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നല്ല ശമ്പളമുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, അതുപോലെ എന്തെല്ലാം യോഗ്യതകളാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനം മീനത്ന കാറ്റഗറിപ്പെടുന്ന ഒരു സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് കമ്പനിയാണ് ഇന്ത്യ ഗവൺമെൻറ് മിൻറ്റ്. സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് 5/9/2020 മുതൽ നിങ്ങൾക്ക് 4/10/2020 വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ഓരോ തസ്തികകളും നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസർ വരുന്നുണ്ട്. അതുപോലെ തന്നെ സൂപ്പർവൈസറിന് വിവിധ കാറ്റഗറിപ്പെട്ട സൂപ്പർവൈസേഴ്സാണ് വരുന്നത്. പിന്നെ ജൂനിയർ ടെക്നീഷ്യൻസ്, അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻറ്റ് എന്നീ തസ്തികകളിലേക്കൊക്കെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും സാലറിയും ഒക്കെ നോക്കാം. ചില തസ്തികകളിലേക്കെല്ലാം ഓരോ ഒഴിവുകളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ സിലബസ് എക്സാമൊക്കെ ഉണ്ടായിരിക്കും. സിലബസും മറ്റ് കാര്യങ്ങളൊക്കെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസുണ്ട്. സൂപ്പർവൈസർ ടെക്നിക്കൽ ഓപ്പറേഷൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നത് 26,000 മുതൽ 1,00,000 വരെയാണ് ഇതിലേക്ക് ശമ്പളം പറയുന്നത്. അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. ഒരു വേക്കൻസിയാണ്. ഇതിൽ എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസൈറബിൾ ഉണ്ടെങ്കിൽ കുറച്ച് മുൻഗണന നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 30 വയസ്സാണ് ഇതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ സൂപ്പർവൈസർ ടെക്നിക്കൽ ഓപ്പറേഷൻസ് വരുന്നത് ഡ്രാഫ്റ്റ്മാനാണ്. അതിലേക്ക് 26,000 മുതൽ 1,00,000 വരെ തന്നെയാണ് ശമ്പളം. ഒരു വേക്കൻസിയാണ്. അതിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിസൈറബിൾ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, നോളജ് ഓഫ് കാഡ് ക്യാമ്. അതിലേക്കും ഏജ് ലിമിറ്റ് 30 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സൂപ്പർവൈസർ ടെക്നിക്കൽ ഓപ്പറേഷൻസ് വരുന്നത് 26,000 മുതൽ 1,00,000 വരെയാണ് ശമ്പളം പറയുന്നത്. 2 വേക്കൻസിയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അത് ജനറൽ കാറ്റഗറിക്കാട്ടോ. ഇതിലേക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെറ്റലർജിക്കൽ ഓർ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ബിടെക് ഇൻ ദി എബോവ് ബ്രാഞ്ച്. മുകളിൽ പറഞ്ഞ ബ്രാഞ്ചിൽ ബിടെക് ഉള്ള ആൾക്കാണെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ്. 30 വയസ്സാണ് ഇതിലേക്ക് പറഞ്ഞ ഏജ് ലിമിറ്റ്. പിന്നെ സൂപ്പർവൈസർ ടെക്നിക്കൽ ഓപ്പറേഷൻസ് വരുന്നത് 26,000 മുതൽ 1,00,000 വരെയാണ്. അതിലേക്ക് മൊത്തം 5 വേക്കൻസി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്. പിന്നെ ഡിസൈറബിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ബിടെക് ഇൻ ദി എബോവ് ബ്രാഞ്ച്. അത് 30 വയസ്സാണ് മാക്സിമം പറഞ്ഞിരിക്കുന്നത്. പിന്നെ സൂപ്പർവൈസർ ടെക്നിക്കൽ ഓപ്പറേഷൻസ് S1 ലെവല് 26,000 മുതൽ 1,00,000 വരെയാണ്. 2 വേക്കൻസിയാണ്. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് എന്നീ വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഡിപ്ലോമ. ഇനി നിങ്ങൾക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരുന്നത് ബിടെക് ആണ്. എബോവ് ബ്രാഞ്ചിൽ മുകളിൽ പറഞ്ഞ ബ്രാഞ്ചുകളിൽ ഏതെങ്കിലും ബിടെക് ഉള്ള ആൾക്കാണെങ്കിൽ അവർക്ക് തീർച്ചയായും ഡിസൈറബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ്. എസെൻഷ്യൽ ആയിട്ട് ഡിപ്ലോമ ഉണ്ടായാൽ മതി. ഡിസൈറബിൾ ആയിട്ടുള്ള ബിടെക് ആണെങ്കിൽ അത് അവർക്ക് മുൻഗണന ലഭിക്കും. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. പിന്നെ സൂപ്പർവൈസർ സേഫ്റ്റി ഓഫീസർ ആണെങ്കിൽ 26,000 മുതൽ 1,00,000 വരെയാണ് ശമ്പളം പറയുന്നത്. അതിലേക്ക് ഒരു വേക്കൻസിയാണ്. അതിലേക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്രോസസ് എ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ എനി ഫാക്ടറി ഇൻ എ സൂപ്പർവൈസറി
capacity for a period of not less than 2 years or experience of not less than 5 years in training, education, consultancy or research in accident prevention in any industry. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഗ്രിയും അതുപോലെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ആണ്. പിന്നെ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ആൻഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഓഫ് വർക്കിംഗ് ഇൻ ഫാക്ടറി. അപ്പോൾ ഈ ഒരു മേഖലയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലേക്ക്. ഏജ് ലിമിറ്റ് 30 SC ST OBC മറ്റുള്ള പിന്നാക്ക വിഭാഗങ്ങളാണെങ്കിൽ അതിൻ്റെതായ ഏജ് ലോകം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. പിന്നെ വരുന്ന എൻഗ്രാവർ 8,500 മുതൽ 20,850 വരെയാണ് ഇതിലേക്ക് വരുന്ന ശമ്പളം പറയുന്നത്. ഇതിൽ മൊത്തം 7 വേക്കൻസി ഉണ്ട്. ബാച്ചലർ ഇൻ ഫൈൻ ആർട്സ് വിത്ത് 55% മാർക്ക്. അതുപോലെ മെറ്റൽ വർക്ക് ആണെങ്കിൽ പെയിൻറ്റിംഗ് ആണെങ്കിലും ഒക്കെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയാൻ 85% മാർക്ക് വേണം. 28 വയസ്സാണ് ഇതിലേക്ക് പറഞ്ഞ ഏജ് ലിമിറ്റ്. പിന്നെ ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് ഹിന്ദി ആണെങ്കിൽ 8,350 മുതൽ 20,470 വരെയാണ് ഇതിലേക്ക് ശമ്പളം. ഒരു വേക്കൻസിയാണ്. എസെൻഷ്യൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് വിത്ത് അറ്റ്ലീസ്റ്റ് 55% മാർക്ക് ആൻഡ് കമ്പ്യൂട്ടർ നോളജ് വിത്ത് ടൈപ്പിംഗ് സ്പീഡ് ഓഫ് ഹിന്ദി at 30 വേർഡ് പെർ മിനിറ്റ്. ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പ്രൊഫഷൻസി ഇൻ ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ലഭിക്കും. 28 ഇതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് പറയുന്നത്. പിന്നെ ജൂനിയർ ടെക്നീഷ്യൻസ് ഒഴിവിലേക്ക് മൊത്തം 10 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതത് മേഖലയിലുള്ള NCVT അംഗീകരിച്ച ഒരു IT ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് തീർച്ചയായും നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ താഴെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ എക്സാം ഫീ ഉണ്ടായിരിക്കുന്നതാണ് 472 രൂപയായിരിക്കും ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. SC ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് 4/10/2020 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലി ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വേക്കൻസികളുടെ എണ്ണം കുറവാണ്, എന്നാലും ആർക്കെങ്കിലും അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാൻ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.